പാക്ക മൈത്രേൻ്റെ ഖുറാനെതിരെയുള്ള വാക്കുകൾ കേട്ട് ഇസ്ലാമിസ്റ്റുകൾ തന്നെ അന്തം വിട്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ്. മിക്കവാറും മൈത്രേനെ പൊന്നാനിയിലൊന്നും കൊണ്ടുപോകണ്ട, ഇവിടെ വെച്ച് തന്നെ സുഡാപ്പികൾ കട്ട് ചെയ്തെടുക്കും. എന്താണ് മൈത്രേൻ എന്തും പറയാം, ആരെ എന്തും പറയാം, മൈത്രേൻ പറയുന്നത് മാത്രമാണ് ശരി, അതൊക്കെ ഓക്കെ. പക്ഷെ ഓരോ മതത്തിലുള്ളവർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ടാവും, അതിൽ കയറി കൈകടത്താൻ ആർക്കും അധികാരമില്ല. ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും ശരിയല്ല എന്നൊക്കെ പറയാൻ ഇയാൾ ആരാ? ശരിയാണ് കാര്യം. മൈത്രേനുമായി ബന്ധപ്പെട്ട് മൈത്രേൻ ഒരു പ്രത്യേക ആശയ സംഹിതയുള്ള ആളാണ്. പരമപുച്ഛമാണ് ആളുകളോട്, മറ്റുള്ള വ്യക്തികളോടെല്ലാം പരമപുച്ഛമാണ്. എനിക്കിപ്പോൾ ഒരാളോട് എതിരഭിപ്രായമുണ്ട് എന്ന് കരുതിക്കോളൂ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറയുന്ന കാര്യമല്ല അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആശയമല്ല എൻ്റെ ആശയം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. എങ്കിൽ പോലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അയാളും ഞാനും തുല്യനാണ്. എൻ്റെ അവകാശങ്ങൾ തന്നെ അയാൾക്കുണ്ട്, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളെല്ലാം ഇന്ത്യൻ പൗരന്മാർക്കുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. ഇതൊക്കെ അപ്പുറത്തേക്ക് ധാർമ്മികമായ ഒരു വശമുണ്ട്, കാരുണ്യം, സ്നേഹം, ദയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വശം കൂടെയുണ്ട്. ഇതൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞ കാര്യമാണ്. മൃഗങ്ങൾക്ക് പോലും എന്തുണ്ട്, നല്ല നിലയ്ക്ക് ദയയുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പം വീട്ടിൽ വളർത്തുന്ന നമ്മുടെ വളർത്തുമൃഗങ്ങളൊക്കെ എത്ര സങ്കടത്തോടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ലേ? പക്ഷേ ഇവിടെ മൈത്രേൻ്റെ പ്രശ്നം, മൈത്രേയൻ പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ ആരെങ്കിലും ഒന്ന് എതിർക്കാൻ ശ്രമിച്ചാൽ, അങ്ങനെയല്ല എന്ന് പറയാൻ ശ്രമിച്ചാൽ, മൈത്രേയൻ നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. അതെ, നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാ, നിങ്ങൾ ഇവിടെ ജനിക്കേണ്ട ആളല്ല, നിങ്ങൾ ജനിക്കേണ്ട ആളേ അല്ല എന്ന് പറഞ്ഞോളി. അപ്പോൾ നമ്മളിങ്ങനെ ശരിയോ, ഞാൻ ജനിക്കേണ്ട ആളല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന അവതാരികമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരക്ഷരം ഉണ്ടാതിരിക്കുന്ന. പക്ഷെ ധന്യ കണക്കിന് കൊടുത്തു, അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. ഇതൊക്കെ എന്നെയാണ് ചൊടിപ്പിച്ചത്. എന്നെ കണ്ടാൽ കുളിക്കണം, എനിക്ക് വിവരമില്ല, ബുദ്ധിയില്ല എന്നൊക്കെ, അതൊന്നും അദ്ദേഹം അല്ല തീരുമാനിക്കേണ്ടത്. എൻ്റെ ബുദ്ധിയും വിവരവും ഒക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണ്. അല്ലെങ്കിൽ അതിൽ നല്ല ബുദ്ധിയും വിവരമുള്ള ആളുകളൊക്കെ ഉണ്ട്, അവർ തീരുമാനിച്ചോളും. 18 വയസ്സ് കഴിഞ്ഞാൽ ശരിയാ, ഭരണഘടനയിൽ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമുക്ക് പ്രായപൂർത്തിയായ വോട്ടവകാശം കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പക്വത ഉണ്ടാവണമെന്നില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് നല്ലതും ചീത്തയും എത്രയോ 18 വയസ്സ് കഴിയുന്ന പെമ്പിള്ളേർ ഒളിച്ചോടി പോകുന്നത് കഞ്ചാവടിക്കാരൻ്റെ കൂടെയും പിന്നെ വലിയ എന്താ പറയുക സെക്സ് റാക്കറ്റിൽ പെട്ടവന്മാരുടെയും ആയിരിക്കും. 18 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർ സ്വാതന്ത്ര്യത്തോടെ വിടാം. ഇങ്ങനെയുള്ളവരുടെ പോയിട്ട് ഈ പെൺകുട്ടിയുടെ ഒരവസ്ഥ, അല്ലെങ്കിൽ നാളെ ആൺകുട്ടികൾ ഇവർ വല്ല അതോ ലോകത്തിൽ 18 വയസ്സായി, എനിക്കിനി സ്വാതന്ത്ര്യത്തോടെ പോകാറായി, അച്ഛനും അമ്മയെന്ന് പറയുന്നത് ഇനി ഞാൻ കേൾക്കണ്ട. അവർ പറയുന്നതിൽ നമുക്ക് നല്ലതാണ്, നമ്മുടെ ഭാവിക്ക് നല്ലതാണെന്ന് എല്ലാ കാര്യങ്ങളും എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കനി കുസൃതിയെ മൈത്രേനും ജയശ്രീ ടീച്ചറും വളർത്തിയതുപോലെ അല്ല ധന്യാശേഖരെ ജയകുമാരി ശേഖരൻ നായരും വളർത്തിയത്. രണ്ടിനും രണ്ട് കാഴ്ചപ്പാടുകളാണ്. എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു, അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു. ഇപ്പോഴും എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ അമ്മ എന്നെ ഡെയിലി ഒരു 10-12 തവണയെങ്കിലും വിളിക്കും. കഴിച്ചോ, അസുഖം എന്തെങ്കിലും ഉണ്ടോ, ഞാൻ ബസ് കയറി വീട്ടിലെത്തുന്നത് വരെ ബസ് കയറിയോ, ഇറങ്ങാറായോ, എത്തിയോ എന്ന് അത് വിശ്വാസമില്ലായ്മയുടെ പ്രശ്നമല്ല, അത് അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വത്തിൻ്റെ കൂടി പ്രശ്നമാണ്. എൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാനൊക്കെ ഒരു 10ാം ക്ലാസ്സിൽ +1 പഠിക്കുന്ന സമയം വരെ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ജസ്റ്റ് ഒരു വഴക്ക് എന്തെങ്കിലും ഉണ്ടായാൽ അമ്മയുടെ അമ്മ എൻ്റെ അമ്മയോട് വന്ന് ചോദിക്കുന്നത് കേൾക്കാം, എന്താ അവനുമായിട്ടുള്ള പ്രശ്നം. എൻ്റെ അച്ഛനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും വിദ്യാഭ്യാസം ഉള്ളവരല്ല, എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നമെന്ന്. ഇപ്പോൾ പാർത്തൻ്റെ വീട്ടിൽ വളർത്തുന്ന പോലെ ആയിരിക്കില്ല എന്നെ എൻ്റെ വീട്ടിൽ വളർത്തുന്നത്. അപ്പോൾ മകൾ എന്ത് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ അറിയാറ് പോലും ഇല്ല എന്ന് പറയുന്ന മൈത്രേനെ പോലെയുള്ള ആളുകൾ വളർത്തുന്നത് പോലെ ആയിരിക്കില്ല സമൂഹത്തിലുള്ള എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നത്. അവരുടെ ഭാവി എല്ലാ അച്ഛനമ്മമാർക്കും, അങ്ങനെ അല്ല എന്ന് പറയുന്ന എല്ലാ അച്ഛനമ്മമാർക്കും സ്വന്തം മക്കളുടെ ഭാവി സുരക്ഷിതമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും, അല്ലേ? ആ ലെവലില് അവർക്ക് ഒരു അവരിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയി, ഇനി അവർക്ക് അവരുടെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ
സ്വതന്ത്രരാക്കുന്ന ഒരു സമയമുണ്ട്. അല്ലാതെ 18 വയസ്സായി ഭരണഘടനയിൽ മക്കൾക്ക് വോട്ടവകാശം വന്നു, ഇനി എങ്ങനെ ജീവിച്ചോ, നീ ഇനി നല്ലതായിട്ടാ ചീത്തയായിട്ടാ തല്ലിപ്പൊളിയായിട്ടാ പെണ്ണ് പിടിച്ചാ കഞ്ചാവ് അടിച്ചാ സാമൂഹ്യ വിരുദ്ധനായിട്ടാ സമൂഹത്തിന് കൊള്ളാത്തവനായിട്ട് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ഞങ്ങളിനി ഇടപെടില്ല എന്ന് പറയുന്ന രീതിയോടാണ് എനിക്കെതിർ. തീർച്ചയായും. അത് അല്ലെങ്കിൽ പിന്നെ ഇവിടെ ജയിലുകൾ എന്തിനാ, ഇവിടെ നിയമം എന്തിനാ, ഇവിടെ കോടതികൾ എന്തിനാ? കാരണം ഒരു മനുഷ്യന് എല്ലാ സ്വാതന്ത്ര്യവും വിട്ടു കൊടുക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ കഞ്ചാവ് അടിച്ച് കച്ചറ ഉണ്ടാക്കുമ്പോഴും പ്രശ്നമുണ്ടാക്കുമ്പോഴും ഒരാളെ ബുദ്ധിമുട്ടിക്കുമ്പോഴും ഒക്കെ അയാളെ തിരുത്താൻ വേണ്ടിയാണ് നിയമങ്ങൾ പോലും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മമാർക്ക് പെറ്റ വയറിന് മാത്രമാണ് ഒരാൾക്കുള്ള ബുദ്ധിമുട്ട് കൃത്യമായി മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്ന് എന്നറിഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതെ, പിടിച്ചു നിൽക്കാൻ പറ്റില്ല എനിക്ക്. അതെ, ഞാൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എൻ്റെ നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കും. അപ്പോൾ അത് എൻ്റെ അമ്മയോടുള്ള എൻ്റെ ആത്മബന്ധമാണ്, എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള ആത്മബന്ധമാണ്. അത് അതും എന്താണ്, പ്രകൃതി കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരു വലിയ ബോണ്ടാണത്. ആ മാതൃത്വത്തെക്കാൾ വലിയ ഒന്നുമില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്ത് മാതൃത്വം കഴിഞ്ഞിട്ട് ദൈവം പോലും ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരു മനുഷ്യന് അവൻ്റെ സ്വതന്ത്രമായ ലോകത്തിലൂടെയൊക്കെ പോകാം, ഒന്നും പ്രശ്നവുമില്ല. നമുക്ക് ഇപ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് നീ കൊച്ചിയിൽ നിന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നീ കൊച്ചിയിൽ ആരുടെ കൂടെ പോകുന്നുണ്ട് എന്നൊന്നും അമ്മ ചോദിക്കാറില്ല. അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, നിനക്ക് അസുഖം വല്ലതും ഉണ്ടോ, നീ നേരത്തെ എത്തിയോ, ഉണർന്നോ, എണീറ്റോ എന്നൊക്കെയാണ് അമ്മ എന്നോട് ചോദിക്കാറ്. അതുപോലെ തന്നെ അമ്മയുടെ താല്പര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒന്നും എതിർക്കാനൊന്നും ഞാനും പോകാറില്ല. പക്ഷേ അമ്മയ്ക്ക് രോഗമുണ്ടോ, അമ്മ അമിതമായി ഈ പഞ്ചസാരയിട്ട് ചായ കുടിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഞാനും ചിന്തിക്കാറ്. ഞാനൊരു മെഡിസിൻ കഴിക്കുന്നത് സ്ഥിരമായിട്ട്. എൻ്റെ അമ്മ ഡേറ്റ് എഴുതി വെക്കും, ഞാൻ എഴുതി വെക്കൂല. എൻ്റെ അമ്മ എഴുതി വെക്കും ആ ഡേറ്റ്. എന്നിട്ട് കറക്റ്റ് 21 ദിവസം ആകുമ്പോൾ എൻ്റെ അമ്മ പറയും ഇന്ന് ആ മരുന്ന് നിർത്തേണ്ട ദിവസമാണ്, നാളെ മുതൽ ആ മരുന്ന് കഴിക്കരുത്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ശരിയല്ല, ഇതൊന്നും എല്ലാം തെറ്റാണ് എന്ന് പറയാൻ മൈത്രേയന് യാതൊരു അവകാശവുമില്ല. ഇനി മൈത്രേയന് വേണമെങ്കിലും അവരുടെ സ്വന്തം മകളെ അവർക്ക് പരാതിയില്ലെങ്കിൽ അങ്ങനെ വളർത്താം, ആയിക്കോട്ടെ. നമ്മൾ അതിനെ എതിർക്കാൻ പോകണ്ടെന്നേ, നമ്മൾ അതിനെ എതിർക്കണ്ട. പക്ഷേ അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യാത്തവരൊക്കെ മോശക്കാരാണ് എന്ന് മൈത്രേയൻ പറയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവന്റെ തലയിൽ കയറാനുള്ളതല്ല. ഈ പറയുന്ന പോലെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വിശുദ്ധമായ ഒരു കോട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ കോട്ട് എന്ന് പറയുന്നത് തന്നെ എന്താണ്, എനിക്ക് നിങ്ങൾ പറയുന്ന അഭിപ്രായത്തോട് യോജിപ്പില്ല, പക്ഷേ നിങ്ങളുടെ ആശയത്തോട് എനിക്ക് യോജിപ്പില്ല, പക്ഷേ ആ ആശയം വിളിച്ചു പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ് എന്നതാണ്. അതായത് മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷെ മൈത്രേയൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നമ്മളെല്ലാം തെറ്റുകാരാണെന്ന് പറയാനുള്ള അഭിപ്രായം ആർക്കില്ല, അർഹത മൈത്രേയനില്ല. ഈ പറയുന്ന ഖുറാനുമായി ബന്ധപ്പെട്ട് കോടാനുകൂടി ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതഗ്രന്ഥമാണ് ഖുറാൻ. അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതിനെ തിരുത്തി നവീകരിച്ച് ആ മതത്തിന്റെ ഓടൊപ്പം ചേർന്ന് പോവേണ്ട ഒരു സംഗതിയാണ്. അല്ലാതെ ആ മതഗ്രന്ഥം മുഴുവൻ തെറ്റാണ്, ആ മതമേ തെറ്റാണ് എന്നൊക്കെ പറയുന്നതിനോട് നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി ഉണ്ടെങ്കിൽ പിന്നെ മൈത്രേയനിൽ നിന്ന് ഖുറാനെ അനുകൂലിച്ച് പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതിയായിരുന്നു അയാൾ ഈ ചോദ്യം ഒരു സദസ്സിലിരുന്ന് ചോദിച്ചത്. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുകയാണ്. മൈത്രേയനെതിരെ ചില ഫേക്ക് ഹിന്ദു സന്യാസിമാരെ ഇറക്കി മറുപടി കൊടുക്കാനും ശ്രമിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ. ഇപ്പോൾ മൈത്രേയനെതിരെ വൻ ആക്രമണമാണ് ഇസ്ലാം ക്യാമ്പുകളിൽ നടക്കുന്നത്. അവരെങ്ങനെ ആക്രമിക്കാതിരിക്കും? ഖുറാനകത്ത് നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി ഉണ്ടെങ്കിൽ പറയുന്നു പറഞ്ഞാൽ ഖുറാനിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇയാളെ വെറുതെ വിടുവോ? ആദ്യം പറഞ്ഞത് പൊന്നാനിയിലൊന്നും പോകേണ്ട, ഇവിടെ തന്നെ ആളുകൾ. അതിന് എത്രയോ നല്ല വരികൾ ഖുറാനിലുണ്ട്, അത് എത്രയോ കാര്യങ്ങളുണ്ട്. ഖുറാന്റെ അന്തസത്ത മനസ്സിലാക്കി അതിന് യഥാർത്ഥ ദൈവത്തിലേക്ക് എത്താനുള്ള എത്രയോ വഴികളുണ്ട്. അതിനെ വളച്ചൊടിക്കുന്ന പല ആളുകളുണ്ട് എന്ന് കരുതിയിട്ട് ആ ഗ്രന്ഥം മോശമാണെന്നോ ആ വിശ്വാസം മോശമാണെന്നോ ഒന്നുമല്ല. അതിലെ ഇപ്പം ഹിന്ദു വിഭാഗവുമായി ബന്ധപ്പെട്ട് മൈത്രേയന്റെ അഭിപ്രായം എന്താ? ഒരൊറ്റ ഹിന്ദു പുരാണങ്ങളെയും മൈത്രേയൻ ആക്സെപ്റ്റ് ചെയ്യില്ല. എല്ലാത്തിനോടും പുച്ഛമാണ്, ഈ പരമപുച്ഛമാണ്, ബൈബിളിനോട് പുച്ഛമാണ്, എല്ലാത്തിനോടും പുച്ഛമാണ്, എല്ലാ മതങ്ങളോടും പുച്ഛമാണ്. അങ്ങനെ പുച്ഛിച്ചു നിൽക്കുന്ന ഇയാൾക്ക് ഇതൊക്കെ പറയാൻ എന്താണ് അർഹത, അധികാരം? ഈ മുസ്ലിം വിശ്വാസികൾ ആളുടെക്കെതിരെയാണ് പറഞ്ഞത്, അതുകൊണ്ട് പിന്നെ മറ്റുള്ളവർക്കെതിരെ പറഞ്ഞത് പോലെ ആയിരിക്കില്ല ഈ കാര്യം. നല്ലോണം കിട്ടും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. അതുകൊണ്ട് മൈത്രേയനെ പോലുള്ള ആളുകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുമ്പോൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ കൂടി നിങ്ങൾ ആലോചിക്കണം.
മറ്റുള്ളവരെല്ലാം മോശക്കാരാണ്, നിങ്ങളൊന്നും ഇവിടെ ജനിക്കേണ്ടവരേ അല്ല എന്നുള്ള തരത്തിലുള്ള നിങ്ങളുടെ ഈ ആശയത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അതിനോടൊപ്പം മൈത്രൻ പറയുന്ന പല ആശയങ്ങളോടും യോജിപ്പുള്ള ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷേ ഇത്തരം തോന്നിവാസങ്ങളോട് എനിക്കും ആർക്കും തന്നെ യോജിക്കാൻ കഴിയില്ല. ഒരു കമന്റ് ഞാൻ കണ്ടത്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. മൈത്രേൻ എന്ന് വിളിച്ച് നാവ് കൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കരുത്.